വെള്ളിയാഴ്ച രാത്രി വൈത്തിരി കാനറ ബാങ്ക് പരിസരത്തായിരുന്നു സംഭവം. ഒരാൾ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന വിവരം കിട്ടിയാണ് SHOയും സംഘവും എത്തിയത്. സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ ഇൻസ്പെക്ടർ ഒരാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളായിരുന്നില്ല പ്രതി. ഇതിനെ തുടർന്ന് വലിയ ബഹളമുണ്ടായിട്ടും CPO വാഹനത്തിൽ നിന്ന് ഇറങ്ങിയില്ല. ഇതിൽ കുപിതനായാണ് ഇൻസ്പെക്ടർ സിവിൽ പോലീസ് ഓഫീസറെ മർദ്ദിച്ചത്. അസഭ്യം പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. മർദ്ദനമേറ്റ പോലീസുകാരൻ യൂണിഫോമിലല്ലായിരുന്നു. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ സംഭവിച്ചുപോയി എന്നാണ് ഇൻസ്പെക്ടറുടെ വിശദീകരണം. പരാതിയില്ലെന്ന് സിവിൽ പോലീസ് ഓഫീസറും നിലപാടെടുത്തു. എന്നാൽ പൊതുജനമധ്യത്തിൽ ഇൻസ്പെക്ടർ ഇത്തരത്തിൽ പെരുമാറിയത് മോശം സന്ദേശം നൽകുമെന്ന് ഇന്റലിജൻസ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. SP ഇത് DIGക്ക് കൈമാറിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 2-3 കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. വൈത്തിരിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം രാത്രി ഒരു പെൺകുട്ടിയെ ഒരാൾ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വിവരം കിട്ടുന്നു. അവിടുത്തെ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും 2-3 പോലീസുകാരും കൂടെ ഒരു വണ്ടി എടുത്തിട്ട് ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ കിട്ടിയ ഒരുത്തനെയും കൊണ്ട് പോകാനാണ് ഇൻസ്പെക്ടർ നോക്കിയത്. പക്ഷേ നാട്ടുകാരെ തടഞ്ഞത് മാത്രമല്ല, അവിടെ ഒരു വലിയ ബഹളം ഉണ്ടായി. ഈ ബഹളമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തൻ്റെ കൂടെ വന്ന ഒരു ഓഫീസർ ഈ ബഹളത്തിൻ്റെ കാര്യങ്ങളിലോ ഒന്നും ഇടപെടാതെ വാഹനത്തിനകത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ആ സമയത്ത് തോന്നുന്ന ഒരു ദേഷ്യത്തിലാണ് ആ പോലീസ് ഓഫീസർ എടുത്ത ആ ഇൻസ്പെക്ടർ അങ്ങനെ പെരുമാറിയത്. അതിൽ 2-3 കാരണങ്ങളുണ്ട്. അത് നമുക്കാണെങ്കിലും നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരാൾ നമ്മളൊരു പബ്ലിക്കിനിടയിൽ ആക്രമിക്കപ്പെടും, അല്ലെങ്കിൽ അത്രമാത്രം നമ്മൾ പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളെ കൂടെയുള്ള ഒരാളും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അയാളോട് ദേഷ്യം തോന്നൂലേ? തോന്നാം. അത് മനുഷ്യ സഹജമാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ടല്ല. പക്ഷേ ഇൻസ്പെക്ടർ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പബ്ലിക്കിന് മുമ്പിൽ വെച്ചിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകനെ CPOയെ പരസ്യമായിട്ട് ചീത്ത വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബീപ്പിട്ട് കേൾപ്പിച്ചില്ലേ, അതിൻ്റെ ഒറിജിനൽ കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് അത്രയ്ക്കും മോശമായ തെറിയാണ് പരസ്യമായിട്ട് ഉപയോഗിച്ചത്. അത് ആ ഇൻസ്പെക്ടറുടെ ഭാഗത്ത് നിന്ന് വന്നൊരു തെറ്റാണ്. ഇൻസ്പെക്ടർക്ക് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാം. അത് അവിടെ വെച്ചല്ല, പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഇൻസ്പെക്ടർക്ക് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കരുത്. പകരം ഇൻസ്പെക്ടർ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് ബഹളം വെച്ച് കിട്ടിയവനെയും കൊണ്ട് പോകാൻ നോക്കിയപ്പം അതിൽ പെട്ടുപോയതിൻ്റെ ഇതിൽ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകനെ ആട്ടപ്പടലം തെറി വിളിച്ച് അടിയും കൊടുത്തു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ദേഹോപദ്രവം ഏൽപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഈ തിരിച്ച് സ്റ്റേഷനിൽ വന്നു, 2 പേർക്കും പരാതി ഇല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തു. അത് ആ സ്റ്റേഷനകത്ത് അവരെല്ലാവരും കൂടെ സംസാരിച്ച് പറഞ്ഞു തീർത്തതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. തീർത്തു. പക്ഷേ ഈ വീഡിയോ വൈറലായതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും പോലീസിന് നാണക്കേടുണ്ടാക്കി എന്ന രീതിയിൽ കാര്യങ്ങൾ വന്നു. അപ്പോൾ 2 പേർക്കും പരാതി ഇല്ല എന്ന് പറയുകയും, പക്ഷേ വീഡിയോ വൈറലായതോടുകൂടി ഇൻസ്പെക്ടറുടെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടായത് എന്ന് വീഡിയോയിലൂടെ മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ അത് നേരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് പോയി. അത് പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് ഇൻസ്പെക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന്. അതുകൊണ്ട് തന്നെ ആ ഇൻസ്പെക്ടർക്കെതിരെ വകുപ്പ് തല നടപടികൾ എന്തായാലും ഉണ്ടാകും. കാരണം പോലീസ് കേസടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് പോകണമെങ്കിൽ ആ CPO പരാതി കൊടുക്കണം. CPO പരാതി നൽകാത്തത് കൊണ്ട് തന്നെ കേസടക്കമുള്ള നടപടികളിലേക്ക് പോലും പകരം വകുപ്പ് തല നടപടികളിലേക്ക് പോകും. ഞാൻ പറയുന്നത്, ഈ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രഷറുള്ള ഒരു ജോലികളിൽ ഒന്ന് ഈ പോലീസ് ജോലിയാണ്. ഏത് സമയത്ത് എന്ത് സംഭവിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. മേളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭീഷണി തന്നെ പറയണം, അവരെ പേടിപ്പിക്കൽ, സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കൃത്യമായിട്ട് കേസ് അന്വേഷിക്കുന്നില്ല, കൃത്യമായിട്ട് ജോലി ചെയ്യുന്നില്ല എന്നുള്ള എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ മേളിൽ നിന്നുള്ള നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വീട്ടിൽ നിന്നുള്ള മറ്റ് പ്രഷറുകൾ, ഈ പ്രഷറുകൾക്കിടയിലൊക്കെയാണ് പോലീസ് ഓഫീസർമാർ ജോലി ചെയ്യുന്നത്. പല പോലീസ് ഓഫീസർമാരും ആത്മഹത്യയിലേക്ക് എത്തുന്നത് പോലും ഇങ്ങനെയുള്ള സ്ട്രെസ്സ് താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് ഇവരൊക്കെ പല ഘട്ടങ്ങളിലും ആത്മഹത്യകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ തന്നെ ആ സമയത്തുണ്ടായ പ്രഷർ അത് അവിടെ അങ്ങ് തീർത്ത് പബ്ലിക്കിന് മുന്നിലാണ് എന്നൊന്നും ചിന്തിക്കാതെ ആ ഉദ്യോഗസ്ഥനെ ചീത്ത പറയുകയും അടിക്കുകയും ചെയ്ത് തീർത്തു. അത് ആ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു വീഴ്ചയാണ്. ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഈ പോലീസ് ഓഫീസർമാരുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ എന്തെങ്കിലും വകുപ്പ് തല നടപടികൾ എടുക്കുന്നത് പോലെ തന്നെ വകുപ്പ് തല എന്തെങ്കിലും പരിപാടികളിലേക്ക് പോലീസ് ഓഫീസർമാർക്ക് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ സ്ട്രെസ്സും മറ്റ് പ്രഷറുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഈ പോലീസ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള പ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കാനുള്ള ക്ലാസ്സുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ വകുപ്പ് തലത്തിൽ ആലോചന നടത്തിയിട്ട് അത് സംവിധാനങ്ങൾ ഒരുക്കി അത് നടപ്പിലാക്കണം എന്നാണ് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്.